ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തിന്റെ രാഷ്ട്രീയ താപനില ഓരോ ദിവസവും ഉയരുകയാണ്. ഭരണഘടനയിലെ രണ്ടാമത്തെ പ്രധാന സ്ഥാനത്തേക്ക് ആരെ തിരഞ്ഞെടുക്കുമെന്നത് വെറും ഔദ്യോഗിക നടപടിയല്ല, മറിച്ച് രാജ്യത്തെ ഭാവി രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെയും ശക്തി സമവാക്യങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹൈദരാബാദ് എംപിയും AIMM നേതാവുമായ അസദുദ്ദീൻ ഒവൈസി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ വേദികളിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാക്കി മാറ്റുകയാണ്. ഒവൈസിയുടെ നിലപാട് തെലങ്കാനയിലെ രാഷ്ട്രീയത്തിലും ദേശീയ തലത്തിലും പ്രതിപക്ഷ സഖ്യത്തിന്റെയും സാധ്യതകളിലും ഗൗരവകരമായ സ്വാധീനം ചെലുത്തുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഒവൈസി തന്റെ തീരുമാനത്തെ പ്രഖ്യാപിച്ചത് സാമൂഹിക മാധ്യമമായ X വഴിയാണ്. അദ്ദേഹം കുറിച്ചത് പ്രകാരം തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിളിച്ച് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയെ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദുകാരനും നിയമവിദഗ്ധനുമായ ജസ്റ്റിസ് റെഡ്ഡിക്ക് AMA പിന്തുണ നൽകുകയും ചെയ്യും. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു, ആശംസകളും അറിയിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിലുള്ളത്. ഒവൈസിയുടെ ഈ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രഖ്യാപനമായി മാത്രം നിന്നിട്ടില്ല. ഇത് വ്യക്തിപരമായ ഉത്തരവാദിത്വവും സാമൂഹിക സന്ദേശവുമായാണ് പലരും വിലയിരുത്തുന്നത്. രാഷ്ട്രീയത്തിൽ പലപ്പോഴും അദ്ദേഹം സ്വതന്ത്ര ശബ്ദമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ തുറന്ന പിന്തുണ പ്രഖ്യാപനം പ്രതിപക്ഷത്തിന് മാനസിക ശക്തിയാണ് നൽകുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയിലെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് വലിയൊരു പ്രാധാന്യമാണുള്ളത്. രാഷ്ട്രപതിക്ക് ശേഷം ഭരണഘടനാപരമായ രണ്ടാമത്തെ ഉയർന്ന സ്ഥാനം ഉപരാഷ്ട്രപതിക്കാണുള്ളത്. കൂടാതെ രാജ്യസഭയുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിക്കുന്നതിനാൽ രാജ്യത്തിന്റെ നിയമനിർമ്മാണ നടപടികളിൽ നേരിട്ടുള്ള പങ്കാളിത്തവും അദ്ദേഹത്തിനുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു ഭരണഘടനാ നടപടി എന്നതിലുപരി രാഷ്ട്രീയ ശക്തികളുടെ പരീക്ഷണ വേദി കൂടിയാണ്. ഭരണകക്ഷിയായ BJPയും NDA സഖ്യവും പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ശക്തി പരിശോധനയാണ് നടക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഒവൈസിയുടെ പിന്തുണ പ്രഖ്യാപനം പ്രതിപക്ഷത്തിന് വലിയ പ്രയോജനമാണ്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി ആഗസ്റ്റ് 19 ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിയമരംഗത്ത് വലിയൊരു ബഹുമാനവും വിശ്വാസ്യതയും ഉണ്ട്. കൂടാതെ ഹൈദരാബാദിൽ നിന്നുള്ള അഭിമാനമായതിനാൽ തെലങ്കാന ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയൊരു വികാര ബന്ധവും കൂടിയുണ്ട്. പ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം നിയമപരമായ കഴിവിനെയും പ്രാദേശിക ഐക്യത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു പ്രതീകമായി മാറുകയാണ്. ഒവൈസിയുടെ ഈ തീരുമാനത്തെ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുടെ ഇടപെടലാണ് ശക്തിപ്പെടുത്തുന്നത്. ഒവൈസി വ്യക്തമാക്കിയതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അദ്ദേഹത്തോട് നേരിട്ട് ബന്ധപ്പെട്ട് പിന്തുണ അഭ്യർത്ഥിക്കുകയായിരുന്നു. തെലങ്കാന രാഷ്ട്രീയത്തിൽ പലപ്പോഴും മത്സരാധിഷ്ഠിതമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികൾ പോലും ദേശീയ തലത്തിൽ സംസ്ഥാനത്തിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഒറ്റ ശബ്ദത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന സന്ദേശം ഇവിടെ നിന്നാണ് ഉയരുന്നത്. ഹൈദരാബാദുകാരനായ സുദർശൻ റെഡ്ഡിക്ക് പിന്തുണ നൽകുന്നത് സംസ്ഥാനത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുകയാണ്. ഒവൈസിയുടെ നിലപാടിൽ വ്യക്തിപരമായ വികാരങ്ങളും ശക്തിപ്പെടുകയാണ്. ഹൈദരാബാദിൽ നിന്നുള്ള ഒരാൾ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ രണ്ടാമത്തെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുന്നത് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ തനിക്ക് അഭിമാനമാണെന്നും അദ്ദേഹം തുറന്നു പറയുകയാണ്. ജസ്റ്റിസ് റെഡ്ഡിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന വാക്കുകൾ രാഷ്ട്രീയ നേതാവിന്റെ ഔപചാരികമായിട്ടുള്ള പ്രസ്താവനകളല്ല, മറിച്ച് ഒരാളുടെ സാമൂഹിക അഭിമാനത്തിന് പ്രതിഫലനം കൂടിയാണ്. ഹൈദരാബാദിന്റെ അഭിമാനമായ ഒരാളുടെ വിജയത്തിൽ താൻ പിന്തുണ നൽകുമെന്നത് അദ്ദേഹം തുറന്നു പറഞ്ഞത് സമൂഹത്തിന്റെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റിയിട്ടുണ്ട്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സാധാരണ രാജ്യത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഭരണഘടനാ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാലും അതിലുണ്ടാകുന്ന സാഹചര്യവും രാഷ്ട്രീയ സൂചനകളും വളരെ ശക്തമാണ്. ഈ തെരഞ്ഞെടുപ്പും അതിൽ നിന്നും വ്യത്യസ്തമല്ല. പ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുമ്പോൾ NDA ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഒവൈസിയുടെ പിന്തുണ പ്രതിപക്ഷത്തിന് ഒരു മാനസിക വിജയം തന്നെയാണ് നൽകുന്നത്. ഒവൈസി ദേശീയ തലത്തിൽ ചെറിയൊരു പാർട്ടി നേതാവായാലും അദ്ദേഹത്തിന്റെ ശബ്ദം പലപ്പോഴും രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം നേടിയിട്ടുണ്ട്. AIMMന്റെ MP-മാരുടെ എണ്ണം പാർലമെന്റിൽ പരിമിതമായിരിക്കാം, എന്നാൽ അസദുദ്ദീൻ ഒവൈസിയുടെ സ്വാധീനം വളരെ വലുതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം മുസ്ലിം സമൂഹത്തിനിടയിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണവും സ്വാധീനവും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിന്തുണ പ്രഖ്യാപനം പ്രതിപക്ഷ സഖ്യത്തിന് മാത്രമല്ല, സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വത്തിനും ആധികാരികമായി ശക്തി നൽകുന്നുണ്ട്. സ്വതന്ത്രമായ നിലപാടെടുക്കുന്ന ഒരു നേതാവ് പോലും തങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന സന്ദേശം പ്രതിപക്ഷ സഖ്യത്തിന് പ്രചരണത്തിനും പൊതുജനാഭിപ്രായത്തിനും ശക്തി നൽകുന്ന ഒന്നാണ്. ഒവൈസി പലപ്പോഴും ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ വിമർശിക്കുന്ന സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയത്തിൽ ഒരു പ്രായോഗിക സമീപനം സ്വീകരിക്കുന്നുവെന്ന് തെളിയിക്കുകയാണ്. സ്വന്തം നാട്ടുകാരനുമായും കഴിവുറ്റ നിയമവിദഗ്ധനുമായ ഒരാളെ പിന്തുണയ്ക്കുന്നത്
താൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളുടെ വികാരങ്ങളോടും ആവശ്യങ്ങളോടും ചേർന്ന് കിടക്കുന്ന നടപടിയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയ സാമൂഹികവുമായ വലിയ സന്ദേശം അടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ 9 നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാവിയെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന പരീക്ഷണമായിരിക്കും. എന്നാൽ ഹൈദരാബാദിന്റെ അഭിമാനമായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പിന് ഒരു സ്ഥായിയായിട്ടുള്ള വികാരം നൽകിയിട്ടുണ്ട്. ഒവൈസിയെ പോലുള്ള സ്വാധീനമുള്ള നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിന്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നതോടെ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഏകോപനത്തിനും ശക്തി പ്രകടനത്തിനും പുതിയൊരു വീക്ഷണമാണ് നൽകുന്നത്. ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഹൈദരാബാദിന്റെ ശബ്ദം കൂടുതൽ ശക്തമായി ഉയരുന്നുവെന്ന് വ്യക്തമാണ്.